കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. സംഭവത്തിൽ പ്രതികളെന്ന് കരുതുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസമാണ് ഗുണ്ടാ നേതാവ് സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിയാതെ കരുനാഗപ്പള്ളി പോലീസ്. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര കെട്ടിശ്ശേരി കിഴക്കതിൽ സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം അക്രമി സംഘം കടത്തൂർ കണ്ണമ്പള്ളിത്തക്കതിൽ അനീറിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കേസിലെ പ്രതികളെന്ന് കരുതുന്ന ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ്, രാജപ്പൻ, പ്യാരി, മൈന എന്ന് വിളിക്കുന്ന ഹരി എന്നിവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സന്തോഷ് കുമാറും അമ്മ ഓമനയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് കാറിലെത്തിയ 4-അംഗ സംഘം ആക്രമണം നടത്തിയത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തിയ സംഘം വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് ആക്രമണം നടത്തുകയായിരുന്നു. സന്തോഷിനെ വടിവാളും ആയുധങ്ങളും ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു. കൂടം പോലുള്ള ആയുധം ഉപയോഗിച്ച് ഇടതുകാൽ മുട്ടിനു താഴെ അടിച്ചൊടിച്ചു. തുടർന്ന് മുറിയിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് സന്തോഷ് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചത്. ആംബുലൻസ് എത്തി സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാറിൽ രക്ഷപ്പെട്ട പ്രതികൾ വവ്വാക്കാവ് ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡിലേക്ക് പ്രവേശിക്കവേ അനീറിനെ ആക്രമിക്കുകയായിരുന്നു. സമീപത്തെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി ബൈക്കിൽ കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു അനീറിനെ ആക്രമിച്ചത്. ഇയാളുടെ കാലും കൂടം പോലുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചു തകർത്ത നിലയിലാണ്. കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണെന്ന് കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.